ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവവചനം ഏറ്റെടുക്കുന്ന, ദൈവവചനം ശ്രവിക്കുവാൻ സമയം കണ്ടെത്തുന്ന എല്ലാ ദൈവമക്കൾക്കും ദൈവം സമൃദ്ധമായ അനുഗ്രഹങ്ങൾ ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം മക്കബായർക്കെഴുതിയ 2-ാം ഗ്രന്ഥം 6-ാം അധ്യായം 12-ാം തിരുവചനമാണ്. ഈ ഗ്രന്ഥം വായിക്കുന്നവർ വിഭക്തികളിൽ ഭഗ്നാശരാകരുതെന്നും ഇത്തരം അനർത്ഥങ്ങൾ നാശത്തിനല്ല, നമ്മുടെ ജനതയുടെ ശിക്ഷണത്തിനാണ് ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുന്നു. പലരുടെ ജീവിതത്തിലും സഹനങ്ങളും വിഷമങ്ങളും ഒക്കെ വരുമ്പോൾ ദൈവവചനം വായിക്കുമ്പോൾ ധാരാളം പേർ പറയാറുള്ളതാണ്, ഞാൻ എപ്പോൾ വചനമെടുത്താലും യുദ്ധവും വഴക്കും കലഹവും ഒക്കെയാണ് എൻ്റെ മുന്നിലേക്ക് വരുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തിൽ സഭ ഏതെല്ലാം പ്രതിസന്ധികളിലൂടെയാണ് വളർന്നു വന്നത് എന്നും ദൈവം ആ സാഹചര്യത്തിലെല്ലാം ദൈവമക്കളെ എങ്ങനെയാണ് കൈപിടിച്ചു നടത്തിയതെന്നും അവർക്ക് വേണ്ടതെല്ലാം കൊടുത്തും പരിപാലിച്ചും അവരുടെ ഒപ്പം നടന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ചും ആ ദൈവം നമ്മുടെ പിതാവാണെന്ന് നമുക്ക് മനസ്സിലാക്കി തരുവാനും വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉടനീളം നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. സഭയെ നയിച്ചവർക്ക് വന്നിരിക്കുന്ന തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അത് ഈ ബൈബിളിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങളുടെ മുന്നിൽ ദുരിതമോ ക്ലേശങ്ങളോ വേദനകളോ ഒക്കെ വരുമ്പോൾ വിശുദ്ധ ഗ്രന്ഥം വായിക്കാൻ നിങ്ങൾ ധൈര്യപൂർവം ആ വചനം ദൈവത്തോട് സംസാരിക്കുവാൻ ആ വചനം എടുക്കണം. അല്ലാതെ ഭയത്തോടു കൂടി മാറി നിൽക്കരുത്. ഈ സഹനങ്ങൾ നിങ്ങൾക്ക് വന്നിരിക്കുന്നത് ദൈവത്തോട് കൂടുതൽ അടുക്കുവാനും നിങ്ങൾക്ക് നല്ല ശിക്ഷണം തരുവാനും വേണ്ടിയാണെന്ന് തന്നെ ഉറച്ചു വിശ്വസിക്കണം. നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും. കർത്താവിൻ്റെ ദൂതന്മാർ നിങ്ങളെ സംരക്ഷിക്കാൻ ഇടതും വലതും മുന്നിലും പിന്നിലും ഉണ്ടായിരിക്കും. അതാദ്യമേ മനസ്സിലാക്കുക. ഭയം കൂടാതെ സഹനങ്ങൾ വരുമ്പോൾ പോലും ദൈവവചനം കയ്യിലെടുക്കുവാൻ ദൈവം നിങ്ങളെ എല്ലാവരെയും ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ സമാധാനം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ അനുഗ്രഹം ഇന്ന് നിങ്ങൾക്ക് സമൃദ്ധമായിട്ടുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ കരുതൽ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് ഇന്ന് അനുഗ്രഹിക്കട്ടെ.